വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല. ജയിലിൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്തും. പ്രതിയെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയി. ഹെൽമറ്റ് ധരിപ്പിച്ച് ശക്തമായ സുരക്ഷയൊരുക്കിയാണ് പ്രതിയെ പോലീസ് കോടതിയിലെത്തിച്ചത്. വൈകിട്ട് 4:45ഓടെയാണ് പ്രതി അമീറുൽ ഇസ്ലാമിനെയും കൊണ്ടുള്ള പോലീസ് വാഹനവ്യൂഹം പെരുമ്പാവൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വളപ്പിലേക്ക് എത്തിയത്. മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി പ്രതിയെ 2 ആഴ്ചത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പോലീസ് ദേഹോപദ്രവം ഏൽപ്പിച്ചോ എന്ന മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു പ്രതിയുടെ മറുപടി. തനിക്ക് നിയമസഹായം വേണമെന്ന പ്രതിയുടെ ആവശ്യത്തെ തുടർന്ന് കോടതി അഡ്വക്കേറ്റ് പി രാജനെ നിയമിച്ചു. ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് കോടതി നടപടികൾ പ്രതിയെ അറിയിച്ചത്. തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതിനാൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അബ്ദുൽ ജലീൽ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിന് ശേഷം മറ്റ് നടപടികൾ പോലീസ് കൈക്കൊള്ളുന്നതായിരിക്കും. പോലീസ് കസ്റ്റഡിയോ മറ്റു ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിന് ശേഷം ചെയ്യുന്നതായിരിക്കും. റിമാൻഡ് റിപ്പോർട്ടിൽ ഗ്രൗണ്ട് പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡാണ് മുഖ്യ കാരണം പറഞ്ഞിരിക്കുന്നത്. പ്രതിയെ പിന്നീട് കാക്കനാട് സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോയി. 15 മിനിറ്റ് മാത്രമാണ് കോടതി നടപടികൾ നീണ്ടുനിന്നത്. പ്രതിയെ കാണാനായി ആയിരങ്ങൾ കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ വൻ സുരക്ഷ പോലീസ് ഒരുക്കി. ഹെൽമറ്റ് ധരിച്ചാണ് പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും കോടതിയിലേക്ക് എത്തിച്ചത്. പ്രതിക്കെതിരെ രോഷം പ്രകടിപ്പിച്ച നാട്ടുകാരെ നിയന്ത്രിക്കാൻ പോലീസിന് ഏറെ പണിപ്പെടേണ്ടി വന്നു. തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപായി തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട്. ഇതിനുള്ള അപേക്ഷ ഉടൻ മജിസ്ട്രേറ്റിന് സമർപ്പിക്കും. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ കാക്കനാട് സബ് ജയിലിനുള്ളിൽ വെച്ചാകും തിരിച്ചറിയൽ പരേഡ് നടത്തുക. കൊലപാതക ദിവസം പ്രതിയെ ജിഷയുടെ വീടിന് സമീപത്ത് കണ്ട അയൽവാസിയായ സ്ത്രീ പ്രതിയെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ തെളിവെടുപ്പ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കൂ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. താൻ ആർക്കും ഒളിത്താവളം ഒരുക്കി കൊടുത്തിട്ടില്ലെന്ന് കെട്ടിടമുടമ ജോർജ് പോലീസിന് മൊഴി നൽകി. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ തനിക്ക് അറിയില്ലെന്നും ജോർജ് പറഞ്ഞു. ഒരു വിവരവും താൻ പോലീസിനോട് മറച്ചു വെച്ചിട്ടില്ലെന്നും പോലീസ് 2 തവണ തന്റെ മൊഴിയെടുത്തിരുന്നുവെന്നും ജോർജ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. 4 ഇതര സംസ്ഥാനക്കാർക്കാണ് പെരുമ്പാവൂർ വൈദ്യശാലപ്പടിയിലുള്ള തന്റെ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തത്. എന്നാൽ ഈ 4 പേർ പിന്നീട് അവരുടെ സുഹൃത്തുക്കളെ വിളിച്ച് താമസിപ്പിച്ചു. അവരെ എല്ലാവരെയും തനിക്ക് ഓർമ്മയില്ല. അക്കൂട്ടത്തിൽ ഒരാളായ അമീറുൽ ഇസ്ലാമാണ് ജിഷയുടെ ഘാതകനെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ജോർജ് പറഞ്ഞു. താൻ ആർക്കും ഒളിത്താവളം ഒരുക്കി കൊടുത്തിട്ടില്ലെന്നും ജോർജ് പറഞ്ഞു. ഞാൻ 4 ആൾക്കും ഇതാണ് കൊടുത്തു തരുന്നത്. അപ്പോൾ ഇവരുടെ കൊച്ചിൻ്റെ ഇവർ പണിക്കാരും അതിനകത്തുണ്ട്. 3 ആൾ അവരെ ഒരു മുറിയിൽ, 2 ആൾക്കാർ കൊടുത്ത് അവർക്ക് ഒരാൾ അഡീഷണൽ വന്നിട്ടുണ്ട്. വേറെ ഒരു മുറിയിൽ ഒരാൾ, പിന്നെ 8 ആൾ വീതമുണ്ട്. അപ്പോൾ അതിനകത്ത് ആൾക്കാർ 4 ആൾക്ക് കൊടുത്താൽ ഇവർ ഈ കൂട്ടുകാരെ വിളിക്കാൻ കൂടും. അങ്ങനെയാണ് സംഗതി. നമുക്ക് ചെയ്യാൻ പറ്റില്ല. പോലീസ് തന്നെ 2 തവണ വന്ന് കണ്ട വിവരങ്ങൾ ചോദിച്ചിരുന്നു. ഒരു വിവരവും പോലീസിനോട് താൻ മറച്ചുവെച്ചിട്ടില്ലെന്നും ജോർജ് പറഞ്ഞു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിമേലിൽ ഇതര സംസ്ഥാനക്കാർക്ക് തന്റെ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കില്ലെന്നും ജോർജ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഗുൽബർഗ കൂട്ടക്കൊലക്കേസിലെ 11 പ്രതികൾക്ക് മരണം വരെ ജീവപര്യന്തവും 12 പേർക്ക് 7 വർഷം തടവും ഒരാൾക്ക് 10 വർഷം തടവും കോടതി വിധിച്ചു. അഹമ്മദാബാദിലെ പ്രത്യേക കോടതി ജഡ്ജി PB ദേശായിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. അതേസമയം കോടതി വിധിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് നേതാവ് ഇസാൻ ജാഫ്രിയുടെ വിധവ സാക്കിയ ജാഫ്രി പ്രതികരിച്ചു. വിധിയിൽ നിരാശയുണ്ടെന്ന് സാമൂഹിക പ്രവർത്തക ടീസ്റ്റ സെദൽവാദും പ്രതികരിച്ചു. 14 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലക്കേസിൽ അഹമ്മദാബാദ് പ്രത്യേക കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. കോൺഗ്രസ് MP ആയിരുന്ന എഹ്സാൻ ജാഫ്രി ഉൾപ്പെടെ 69 പേർ കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെന്ന് കണ്ടെത്തിയ 24 പേരിൽ 11 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചത്. കൊലപാതക കുറ്റം ചുമത്തപ്പെട്ടവരാണ് ഈ പ്രതികൾ. മറ്റു പ്രതികളായ 13 പേരിൽ 12 പേർക്ക് 7 വർഷവും ഒരാൾക്ക് 10 വർഷവും തടവ് ശിക്ഷ വിധിച്ചു. കേസിലെ 66 പ്രതികളിൽ 32 പേരെ കോടതി നേരത്തെ കുറ്റവിമുക്തരാക്കിയിരുന്നു. തെളിവുകളുടെ അഭാവത്തിൽ പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്താൻ കഴിയില്ലെന്നും കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിധിയിൽ തൃപ്തിയില്ലെന്ന് എഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സാക്കിയ ജാഫ്രി പ്രതികരിച്ചു. വിധി നിരാശാജനകമാണെന്നും മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റ സെദൽവാദ് പറഞ്ഞു. On the attack from 9 AM right up to 5 PM, there is no reason for such leniency in sentence. In that sense, that is disappointing. We will appeal this. 2002 ഫെബ്രുവരി 28-നാണ് മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഗുൽബർഗ സൊസൈറ്റി അപ്പാർട്ട്മെന്റിന് തീവച്ച് 69 പേരെ കൊലപ്പെടുത്തിയത്. BJP, VHP, ബജ്രംഗ് ദൾ പ്രവർത്തകരായ പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു. ഗൂഢാലോചന കുറ്റം ചുമത്തണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതിനാവശ്യമായ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ സംഘത്തിനായില്ല.
ന്യൂസ് ബ്യൂറോ, ദില്ലി. റംസാൻ നാളുകളിലെ നോമ്പ് തുറക്കലിനുള്ള പ്രധാന വിഭവങ്ങളിലൊന്നാണ് കാരക്ക എന്നറിയപ്പെടുന്ന ഈന്തപ്പഴം. ഉത്സവ സീസണുകളിലെയും മുഖ്യ ആകർഷണമായ ഈന്തപ്പഴം പക്ഷെ ആള് ചില്ലറക്കാരനല്ല. നമ്മുടെ ശരീരത്തിന് വേണ്ട നിരവധി ജീവകങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ കുഞ്ഞൻ പഴം. ഈന്തപ്പഴത്തിന്റെ വിശേഷങ്ങൾ അറിയാം. ജന്മം കൊണ്ട് വിദേശിയെങ്കിലും നമ്മൾ മലയാളികൾക്കും ഏറെ പ്രിയങ്കരമാണ് ഈന്തപ്പഴം. നോമ്പുതുറ വിഭവം എന്ന നിലയിൽ വിശ്വാസപരമായ പ്രാധാന്യമുണ്ടെങ്കിലും അതിനെല്ലാം ഉപരി നല്ലൊരു ആരോഗ്യപ്രദായിനി കൂടിയാണ് ഏറെ സവിശേഷതയുള്ള ഈ പഴം. ഇരുമ്പ് ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ ഉൽപാദന വർധനവിന് ഏറെ സഹായകരമാണ് ഈന്തപ്പഴം. മധുരം അല്പം കൂടുതലാണെങ്കിലും അത് ശരീരത്തിന് ദോഷം ചെയ്യുന്ന തരത്തിലല്ല. സ്വാഭാവികമായ മധുരമായതിനാൽ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയുമില്ല. ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ക്ഷീണം, വിളർച്ച എന്നിവ അകറ്റാനും ഈന്തപ്പഴം പതിവായി കഴിക്കുന്നത് നല്ലതാണ്. നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നു. അമിത വിശപ്പിനെ തടയാനും ഈന്തപ്പഴം അത്യുത്തമം. ഉണങ്ങിയ ഈന്തപ്പഴമാണ് ശരീരത്തിന് കൂടുതൽ ഗുണകരം. സോഡിയത്തിന്റെ അളവിലുള്ള കുറവും കൂടുതലുള്ള പൊട്ടാസ്യവും രക്തസമ്മർദ്ദം ദോഷകരമല്ലാത്ത രീതിയിൽ നിലനിർത്താൻ സഹായിക്കും. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും ഈന്തപ്പഴം നല്ലൊരു മരുന്നാണ്. ലോകത്താകമാനം പല നിറത്തിലും രുചികളിലുമുള്ള ഈന്തപ്പഴങ്ങൾ ലഭ്യമാണ്. കേവലം ഒരു നോമ്പ് വിഭവം മാത്രമായി ഒതുക്കാതെ ഈന്തപ്പഴത്തെ നമ്മുടെ ആഹാരക്രമത്തിന്റെ ഭാഗമാക്കിയാൽ അത് ആരോഗ്യകരമായ ജീവിതത്തിന് പ്രയോജനമാകും എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക്. വയനാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. ബത്തേരി കുറിച്ചാട് റേഞ്ചിലെ പള്ളിവയലിൽ സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിലാണ് കടുവയുള്ളത്. ഇന്ന് രാവിലെയാണ് നൂൽപ്പുഴ പഞ്ചായത്തിലെ വടക്കനാട് പള്ളിവയലിൽ കടുവയെ കണ്ടത്. സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിനുള്ളിൽ കണ്ട കടുവ അവശനിലയിലാണ്. സമീപവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കടുവയെ കണ്ട കാപ്പിത്തോട്ടത്തിൽ കൂടൊരുക്കി കാത്തിരിക്കെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കടുവയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് വനംവകുപ്പ് വെറ്റിനറി സർജൻ ഡോക്ടർ ജിജിമോൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇവിടെ വടക്കനാട് പള്ളിവയൽ ഭാഗത്ത് കണ്ട കടുവ കാപ്പിത്തോട്ടത്തിലാണ് കണ്ടത്. അതിനെ കേജ് വെച്ചിട്ടുണ്ട്, ബെറ്റും വെച്ചിട്ടുണ്ട്. കിട്ടുമെന്നാണ് പ്രതീക്ഷ. കാരണം നമുക്ക് ഡാറ്റ് ചെയ്യാനുള്ള സ്ട്രെസ് അത് പിടിച്ചു നിൽക്കും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കേജിൽ പിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അതിനെ പിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിനെ പിടിച്ച് ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അത് കൊടുത്ത് മോഡൽ ഡിസിഷൻ അനുസരിച്ച് ചെയ്യും. പള്ളിവയലിലെ ജനവാസ കേന്ദ്രത്തിന്റെ ഇരുഭാഗവും വനപ്രദേശമാണ്. പരിക്കേറ്റ് അവശനിലയിലായ കടുവ ആക്രമണകാരിയാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, വയനാട്.